അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ബിസ്മി സെയ്ദലവിയാണ്. പ്രിയപ്പെട്ട ഹബീബികൾ, ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിൽ മാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എൻ്റെ പുറകിൽ കാണിച്ചു തരാൻ വീടാണ്. എൻ്റെ പുറകിൽ കാണുന്ന വീട് എന്ന് പറഞ്ഞാൽ 4 സെൻറ്റ് സ്ഥലം, 1350 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാവും കേട്ടോ. 1350, 1400 ഉണ്ടാവും. ഇതിൻ്റെ ഓണറബിൾ ഇല്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ട് അറിയില്ല. നമ്മുടെ ഏകദേശം ഞാൻ പറയുകയാണ്. 4 പുറം വീടുകളുണ്ട്. അപ്പോൾ ഇവിടുന്ന് മാവൂർ പഞ്ചായത്തിലാണ്. മാവൂർ അങ്ങാടിക്ക് ആകെ ദൂരം 3 കിലോമീറ്ററാണ് മാവൂർ ടൗണിലേക്ക്. അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ എത്തി. നമ്മളോട് പറഞ്ഞിരുന്നു നമ്മൾ കോഴിക്കോട് ജില്ലയിൽ 31 ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ വില. ഇത് എവിടെയാണെന്ന് വെച്ചാൽ മാവൂരിൽ നിന്ന് നമ്മൾ മുക്കത്തേക്ക് പോകുന്ന ബസ് റൂട്ടുണ്ട്. ആ ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് 100 മീറ്റർ മാത്രമേ ഈ റോഡിനുണ്ട് ഇറങ്ങി വന്നാൽ മതി. അല്ലേ, അത്രയും അടുത്താണ് ബസ് റൂട്ടിൽ നിന്ന്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ 3 ബെഡ്റൂമാണ്. അടിച്ചപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല ടൈൽസൊക്കെ ഇട്ട് എന്താ കാര്യം. അപ്പോൾ ഇൻഷാല്ലാ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി തന്നയക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണിത്. 100 മീറ്ററുകൾ കൊണ്ട് ഇറങ്ങിയ വീടായി. ഇത് 4 പുറം വീടുകൾ കേട്ടോ. നിറയെ വീടുകളുള്ള ഏരിയ കേട്ടോ. തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഏരിയ. എല്ലാ ഭാഗത്തും വീടുകളും സൗകര്യങ്ങളുള്ളതാണ്. അതേപോലെ തന്നെ ഇത് മാവൂർ പഞ്ചായത്തിലാണ്. ഇതൊരു വീട്ടിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. ഈ എൻട്രൻസിന് കഴിഞ്ഞ് നമ്മുടെ ഈ മതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടേജ് ഞങ്ങൾ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഫുള്ള് വീടുകളാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. കോഴിക്കോട് ജില്ലേനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതുവരെ നമ്മുടെ എൻട്രൻസ് ഉണ്ട് കണ്ടോ. ഇതിന് തൊട്ടൊട്ട വീടുകളാണ്. ഇതിനൊക്കെ വീടുകളാട്ടോ. ആ വീടുകളൊക്കെ കാണിച്ചു കൊടുത്താൽ എല്ലാം നിറയെ അയൽവാസികളുണ്ട്. മാത്രമല്ല നമ്മുടെ കുടുംബത്തിനൊക്കെ നമുക്കിവിടെ ആക്കി പോകാം. കാരണം എന്താ അറിയോ, ഇപ്പോൾ ഒരാൾ ഒരു ദിവസം വന്നില്ലായെങ്കിൽ വിചാരിച്ചാൽ കുടുംബത്തിന് സുഖമായിട്ട് ഇവിടെ കഴിയാം. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ചില ഫാമിലിയൊക്കെ വരുമ്പോൾ പെണ്ണുങ്ങളും കുട്ടികളും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവർക്കൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാം. ഇത് നീക്കുന്ന ഗേറ്റാണ്. വാഹനം നിർത്താനുള്ള കാർ പോർച്ചാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാർ പോർച്ച് ചുറ്റോട് ചുറ്റും മതിൽ. ഉള്ളിൽ വന്ന് ഈ മതിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതാണ് മെയിൻ കേട്ടോ. ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ ജസ്റ്റ് ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ മതിൽ കണ്ടോ. അതേ പോയിക്കോ ധൈര്യമായിട്ട് പോയിക്കോ. ആ മതിലൊന്ന് കാണിച്ചു കൊടുക്കും കണ്ടോ. കോമ്പൗണ്ട് കാൾ വളരെ കറക്റ്റാണ്. ഇതിൻ്റെ പുറകിലും ബാക്കിലാണ്. കണ്ടോ. ഇനി ഇങ്ങോട്ട് പോരെ. എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കണം. നമ്മുടെ ചാനൽ കാണുമ്പോഴേ ജനങ്ങൾ അയ്യോ അവിടെ കണ്ടില്ല എവിടെ കണ്ടില്ല പറയരുത്. നല്ലൊരു സിറ്റ് ഔട്ട് കണ്ടോ. ഇവിടെ തന്നെ നല്ലൊരു തെങ്ങുണ്ട്. തലമേക്കൂടെ തേങ്ങ വീഴാഞ്ഞാൽ മതി. കണ്ടോ. ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താൽ കുട്ടിയെ കാണിച്ചു കൊടുക്കുക. ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക. ആണോ. ഈ വീടിൻ്റെ മോൾ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക. ഉണ്ടോ. 1350 സ്ക്വയർ ഫീറ്റോളുണ്ട് വീട് കേട്ടോ. നമ്മുടെ കാഴ്ചപ്പാട് ഏകദേശം ഞാൻ പറയുകയാണ്, അളന്നിട്ടല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീടിൻ്റെ ഉള്ളിൽ കിടക്കാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ, ഇനി വീടിൻ്റെ ഉള്ളിൽ നമ്മൾ കാണണം. ഒന്ന് കാണിച്ചു കൊടുത്താൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എൽ മോഡൽ സിറ്റ് ഔട്ട് കേട്ടോ. നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള സെറ്റ് ഇതാണ്. സൂപ്പറാണ് കേട്ടോ. സൂപ്പർ എന്താണ് കണ്ടങ്ങൾ. അതേമാതിരി ആ ജനലിൻ്റെ ഇതിൻ്റെയൊക്കെ നോക്കിയൊക്കെ, വാതിലൊക്കെ നോക്കിയൊക്കെ, ഡോറൊക്കെ നോക്കിയൊക്കെ പ്രിയപ്പെട്ട ഹബീബികൾ കേട്ടോ. വീടിൻ്റെ ഡോറ് കണ്ടില്ല നിങ്ങൾ. കണ്ടോ. സൂപ്പർ ഡോറ്. നല്ല മരത്തിൽ കൊത്തിപ്പണിത്ത നല്ല തേക്കിൻ്റെ തിരി കണ്ടോ. എന്താ ഡോറിൻ്റെ ഭംഗി കണ്ടങ്ങൾ. ആ ഡോറിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കണ്ടോ. ഈ സൈഡിൽ നമുക്ക് ജനൽ വരുന്നുണ്ട്. അതേപോലെ ഈ സൈഡിലും ജനൽ വരുന്നുണ്ട്. ആ ജനലൊന്ന് കാണിച്ചു കൊടുത്താൽ ആ പുറത്തുള്ള സിറ്റൗട്ടിലൂടെ പോയിട്ട് ഇതാ ജനൽ. ഇനി ഇങ്ങോട്ട് ഉള്ളിൽ കയറിക്കോ. അടിഭാഗം കാണിച്ചു കൊടുക്ക്. ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട ഭാഗം കാണിച്ചു കൊടുക്ക്. ഇവിടെ എന്തൊക്കെയാണ് ഇട്ടിട്ടുണ്ടെന്ന് നോക്കിയേക്ക് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വിശാലമായ വലിയൊരു സിറ്റിംഗ് ഹാളാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളോട് പറയുന്നത് കണ്ടോളിട്ടാ. വേറെ ഇടയിൽ കുറേ കാര്യം പറയാനുണ്ട്. നല്ലൊരു സിറ്റിംഗ് ഹാള് കേട്ടോ. നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു സിറ്റിംഗ് ഹാള്. മാത്രമല്ല ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള് കേട്ടോ. ഈ ഭാഗത്ത് ഡൈനിങ് ഹാള് അതിനുള്ള സൗകര്യം. മാത്രമല്ല മുകളിലേക്ക് ഉള്ള എൻട്രൻസ് മുകളൊക്കെ കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ബെഡ്റൂം കാണാം. ബെഡ്റൂം കണ്ടോ. ഇത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. നല്ല സൗകര്യത്തിലുള്ള ബെഡ്റൂമാണ്. മോൾ ഭാഗം കാണിച്ചു കൊടുക്കട്ടോ.
അധികം പഴക്കമൊന്നുമില്ലാത്ത നല്ല വൃത്തിയിൽ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വീടാണ് എൻ്റെ ഹബീബിങ്ങൾക്ക് വാങ്ങാൻ. ഇതിന് വില 35 എന്നോട് പറഞ്ഞത്. പക്ഷേ നമ്മൾ ചെർപ്പളശ്ശേരി എന്ന് ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾക്ക് റേറ്റ് കമ്മിയായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണേ, അറ്റാച്ച് ബാത്റൂം കാണിച്ചു കൊടുക്ക്. എന്താ ബാത്റൂമിൻ്റെ ഒക്കെ ഭംഗി, എന്താ ചൊർക്ക് നോക്കിയാണ് നിങ്ങൾ കണ്ടാ. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണു, ഇതൊക്കെ കാണിച്ചു തരുന്നത് എന്താ അറിയോ, ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 31 ലക്ഷം ഉറുപ്പ്യക്ക് മുതലായിട്ട് തരും. ഇനി ഇതിൽ നിങ്ങൾ ബാർഗൻ ചെയ്യാനൊന്നും നിൽക്കരുത്. ഇതോട് കൂടിയിട്ടുള്ള ഞാൻ കിച്ചണും കാണിച്ചു തരാണ്. പിന്നെ മോൾക്ക് നമുക്ക് പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ. എന്താ അതിൻ്റെ ഒരു ഭംഗി, എന്താ ഒരു ചൊർക്ക് നോക്കിയാണ് നിങ്ങൾ കണ്ടാ. ഇവിടെയാണ് നമ്മൾ പൊടി ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് കേടാ, മഞ്ഞൾ കൊത്തമ്പാരി തുടങ്ങി എല്ലാ പൊടികളും വെക്കാനുള്ള പ്രത്യേകം സൗകര്യം ചെയ്ത ഇതാണിത് കണ്ടോ. പിന്നെ അതേപോലെ മുകളിൽ റാക്ക് കണ്ടോ. എന്താണ് നല്ല, വരുന്ന ആൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു കോട്ട് പെയിന്റ് പോലും നിങ്ങൾക്ക് അടിക്കേണ്ട ആവശ്യമില്ല. സാധാ അടുപ്പ് കാണിച്ചു കൊടുക്കണോ, വിറക് കത്തിക്കാലോ ഗ്യാസ് ഇല്ലാത്ത സമയത്ത്. ഇനി നമ്മൾ ബാക്കിലേക്ക് ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഇതിൻ്റെ കൂടുതൽ കാണിച്ചു തരാം. ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. വർക്ക് ഏരിയയാണ്. മാത്രമല്ല ഗ്രില്ലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഗ്രില്ലുണ്ട്. ഇവിടെ ഒരു ബാത്റൂം സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഇനി ഒരുപാട് സ്ഥലം കാണാനുണ്ട്. അതിൻ്റെ പേരിൽ നമുക്ക് മുകളിലേക്ക് പോവുക. ബാക്കി ഇൻഷാ അല്ലാഹ് കാണാം. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ മുകൾ ഭാഗം കാണണം. കാരണം മുകളിലും അതേപോലെ തന്നെ താഴത്ത് അതേ ലെവലിലുള്ള ഗ്രാനൈറ്റും മറ്റു സാധനങ്ങളുമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല വൃത്തിയിലാണ്, നല്ല ഭംഗിയിലാണ്, നല്ല ചൊറുക്കിലാണ് കണ്ടോ. കോഴിക്കോട്ടുകാരുടെ വീടാണ്, പ്രത്യേകിച്ച് മാവൂര് കോഴിക്കോട് ജില്ലയിലുള്ള വീട്. നല്ല അതിഗംഭീരമായ വീട്. 1400 സ്ക്വയർ ഫീറ്റോളം ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് 2 അടിച്ചാപ്പള്ളി ബെഡ്റൂം ഇവിടെ കാണാണ്ട്. അതിലത്തെ ഒരു ബെഡ്റൂമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് കിടക്കുന്നത് മേലെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഹാളാണ്. നമുക്ക് TV ഒക്കെ വെക്കാൻ വേണ്ടി സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതോ ആ ബെഡ്റൂം ഒന്ന് കാണിച്ചു കൊടുക്ക്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളെ മുകൾ ഭാഗം കാണിച്ചു കൊടുക്ക്. ഹബീബിങ്ങൾക്ക് കാണുന്നവർ കാണട്ടെ. ഷെയർ ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യണം. ഒരു പ്രവാസിയുടെയാണ്, പ്രവാസിയുടെ വീടായതിൻ്റെ പേരിലാണ് ഞാൻ ചെർപ്പളശ്ശേരിയിൽ നിന്നും കോഴിക്കോട് ഇത്രയും ദൂരം മാവൂര് വന്നത്. കാരണം ബിൽക്കൽ അർജന്റാണ്. അതുപോലെ തന്നെ ഇതുമ്പോൾ നമുക്ക് ബാങ്ക് ലോൺ ഒരു 6 ലക്ഷം രൂപയുണ്ട് കേട്ടോ. 6 ലക്ഷം രൂപ ബാങ്ക് ലോൺ ഉണ്ട്. അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടേ തരുള്ളൂ. അതുപോലെ തന്നെ 2ാമത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണിത്. ഇത് നല്ല നല്ല ടൈൽസാണ്. ഇവിടെ നല്ല ടൈൽസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടൈൽസൊക്കെ ഇട്ട് നല്ല ഭംഗിയിലും നല്ല ഇതിലുമാണ്. കാരണം എന്താ പറയുക, കാണുമ്പോൾ നല്ല ഇത് വേണമല്ലോ. നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തി പറഞ്ഞാൽ ഒന്നൊന്നര വൃത്തിയുണ്ട്. അതുപോലെ തന്നെ അവിടെ ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കോമൺ ബാത്റൂം ഉണ്ട് ഇവിടെ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം. ഇത് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും ബാക്കിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഷീറ്റ് ഇട്ടിട്ടുണ്ട്. താഴത്ത് അതേപോലെ തന്നെ ബാക്ക് വശത്തും പോലെ അല്പം ഷീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കാണാനുള്ളത് നിങ്ങൾക്ക് ബാൽക്കണിയാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ബാൽക്കണി ഒന്ന് കാണണം. ചെറിയൊരു ബാൽക്കണിയാണ്. വൈകുന്നേരം സമയത്ത് ഇങ്ങനെ ഇരിക്കുക റോഡ് സൈഡ് കണ്ടോ. ഈ ബാൽക്കണിയിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ നിങ്ങൾ, നിറയെ വീടുകളുള്ള ഏരിയ. ബാൽക്കണിയുടെ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക, മേൽഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക, താഴ്ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കുക. നല്ല മോഡൽ വീടാണ്, നല്ല ഐശ്വര്യമുള്ള വീടാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ടാണ് ഈ റേറ്റ് കേട്ടോ. ഇല്ലെങ്കിൽ ഈ റേറ്റിനൊന്നും കിട്ടില്ല. ഇത് 31 ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. 35 ഇതിൻ്റെ ഓണർ എന്നോട് പറഞ്ഞത്. പക്ഷെ നമ്മളെന്താ പറയുക, ഇത്രയും ദൂരം വന്നിട്ട് നിങ്ങൾ കാണിച്ചു തരും. അതേപോലത്തെ ബാൽക്കണിയുടെ ഡോറൊന്ന് കാണിച്ചു കൊടുക്കും. ഇതൊക്കെ ഒരു 1.5 മുതലാണ്, കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതിനെക്കുറിച്ച് ബാക്കി ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം. അല്ലേ പ്രിയപ്പെട്ട ഹബീബികളെ, 4 പുറം നല്ല നല്ല VIP വീടുകൾ. പ്രത്യേകിച്ച് ഇതൊരു പ്രവാസിയുടെ വീടാണ്. എൻ്റെ ഹബീബിങ്ങളെ ഇത് ഷെയർ ചെയ്യണട്ടില്ലേ. കണ്ടോ എന്താണ് ആ വീടിൻ്റെ നിലനിൽപ്പ് കണ്ടെങ്കിൽ. ഹൈ ലെവൽ വീടല്ലേ, 2 നില വീട് കണ്ടോ. 4 പുറം വീടുകൾ. ഇങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ട് വീട്, അപ്പുറത്ത് നോക്കിയാൽ അപ്പുറത്ത് വീടുകൾ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണേ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഈ വീട് കണ്ടു, വീടിൻ്റെ പരിസരം കണ്ടു അല്ലേ. കോഴിക്കോട് നമ്മൾ ഫസ്റ്റിലിടുന്ന വീടാണ് മാവൂരിൽ. വീഡിയോ സൂപ്പർ വീട്, ഫുള്ള് ഗ്രാനൈറ്റ്, മുകളിൽ കുറച്ച് ടൈൽസ് അല്ലേ. അതേപോലെ തന്നെ വെള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈനാണ്, വെള്ളം പൈപ്പ് ലൈൻ. പിന്നെ നമുക്ക് കിണർ വെള്ളമുണ്ട്. അതൊരു കിണറിന്ന് ഒരു 10-13 പേരാണ് എടുക്കുന്നത് ഇവിടെ. അപ്പോൾ കിണർ വെള്ളത്തിലുള്ള സൗകര്യം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പൈപ്പ് ലൈനാണ് മെയിൻ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഒരു 10-13 ആളുകൾ ഇവിടെ കിണറ്റിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നത് ഈ വീടിൻ്റെ പരിസരത്തുള്ള വീടുകളൊക്കെ. അപ്പോൾ അവർ ഓരോരുത്തരും മോട്ടർ വെച്ചിട്ടും കാര്യങ്ങളുമാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട പോലെ അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഭയങ്കര ഒരുമുള്ള സ്ഥലമാണ്.
ഒരു കിണറ്റിലൊക്കെ ഒരു 13 മോട്ടറോ ഉള്ളത് വരിക പറഞ്ഞാൽ എന്തൊരു സൗകര്യമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാം, ഇത്രയും നല്ല വൃത്തിയുള്ളൊരു വീട് അല്ലേ. ഇതൊരു പ്രവാസി ഹബീബിൻ്റെയാണ്. ഈ ഹബീബിൻ്റെ അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ടാണ് നമ്മൾ ചെർപ്പുളശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട്ടുകാർ എന്ത് ചെയ്യണോ, എൻ്റെ ഹബീബിങ്ങൾ, കോഴിക്കോട്ടെ ഹബീബിങ്ങൾ പ്രത്യേകിച്ച് ഇത് ഷെയർ ചെയ്യണം. ഇത്രയും വില കമ്മിയായിട്ടൊരു വീട് നിങ്ങൾക്ക് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലക്കാണ്. ബസ് റൂട്ടിൽ നിന്ന്, കാരണം മാവൂർ ടൗണിൽ നിന്ന് ഇവിടേക്ക് 3 കിലോമീറ്ററാണ്, മാവൂർ പഞ്ചായത്താണ്. മാവൂർ ടൗണിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം 3 കിലോമീറ്റർ. ബസ് റൂട്ടിൽ നിന്ന് ആകെ 100 മീറ്ററേ ഉള്ളൂ, തൊട്ടടുത്ത ബസ് റൂട്ട്. ബസ് ഇറങ്ങിയിട്ട് വെറുതെ 2 അടി നടന്നാൽ മതി, നമ്മുടെ പെരയിലെത്തി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഓരോ ഹബീബിങ്ങളും ഇതൊന്ന് ഷെയർ ചെയ്യണം. ഇത് മാവൂരിൽ നിന്ന് മുക്കത്തേക്ക് പോകുന്ന റോട്ടിലാണ് കേട്ടോ. അത് ഞാൻ കൂടി പറഞ്ഞുതരാം, കാരണം ഓരോരുത്തരും എവിടെ എന്താണെന്ന് വിളിച്ച് ചോദിക്കേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ തരും, നിങ്ങൾ വരിക കാണുക. ബാക്കി ഡീലിങ്ങൊക്കെ നമുക്ക് ഫോണിൽ കൂടെ ചെയ്യാം. ഇതിൻ്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇല്ല. എവിടെയാണ് ഹബീബ്? ഹബീബ് ഗൾഫിലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് 31 ലക്ഷം രൂപ. 31 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവന് ലാഭം തന്നെ. കാരണം ഇങ്ങനെ 2 നില വീട് ഉണ്ടാക്കണ പൈസ എത്ര വേണം? പിന്നെ വീട് ഉണ്ടാക്കണത് നോക്കാനൊരാൾ വേണ്ടേ, അതിൻ്റെ വർക്ക് എന്തൊക്കെയാണ് നോക്കണ്ടേ. അതുപോലെ തന്നെ ഇത് അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ടാണ് ഈ റേറ്റ്. ഇനി അതിന് 25-ന് തരുമോ 28-ന് തരുമോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കരുത്. 35 പറഞ്ഞതാണ് ഞാൻ എന്ത് ചെയ്തിരിക്കണ്, 31 ഇട്ടിക്കണത്. 4 ലക്ഷം റുപ്യ ഞാൻ തന്നെ കമ്മിയാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടാവും. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ബിസ്മി സെയ്തിൽ വീഴുന്നുണ്ടാവും, യൂട്യൂബിലുണ്ടാവും ബിസ്മി റിയൽ എസ്റ്റേറ്റ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളുടെ ഗ്രൂപ്പിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിലേക്ക്, പ്രവാസികളുടെ ഗ്രൂപ്പിലേക്ക്. കാരണം ഇങ്ങനെ വീട് കിട്ടാൻ വേണ്ടി അന്വേഷിക്കുന്ന ഒരുപാട് ഹബീബികളുണ്ടാവും. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ കോഴിക്കോട്ടുകാർ. കാരണം അവർക്കാണ് ഏറ്റവും അനുയോജ്യം ഇവിടെ തൊട്ടടുത്തൊരു വീട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാ ഹബീബിങ്ങളും, അതേപോലെ തന്നെ മലപ്പുറത്തുള്ള ഹബീബിങ്ങൾ പാലക്കാട് വന്ന് താമസിക്കുന്നുണ്ട്. നമുക്ക് കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ പോരാ, നല്ല ഏരിയയാണ് കോഴിക്കോട്. ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ല, നല്ല കോഴിക്കോട് അലുവയൊക്കെ കേട്ടില്ലെങ്കിൽ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബികളെ, മടവൂർക്ക് ഇവിടുന്ന് അധികം ദൂരമൊന്നും ഉണ്ടാവില്ല, സിയമോലി എല്ലാവരുടെ അടുക്ക്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഇതാണ്. 31 വില പറഞ്ഞു. ഇനി കൂടുതലൊന്നും പറയില്ല, സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കാരണം എന്താ അറിയോ, ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. എല്ലാവരും ഹബീബികളും ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിച്ചോളി, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്ക് കേട്ടോ, കമൻറ്റിൽ ഇട്ടോളി, യാതൊരു വിചാരവുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും കുല്ലുക്കും മഹസ്സലാമ.